Okay, Vinay. So you are in നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 12,500 rupees. ഹലോ, ഹായ് സാർ, ബജാജ് ഫിനാൻസിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിന്റെ 2 മാസത്തെ EMI പെൻഡിങ് ഉണ്ടല്ലോ. ഹലോ. ജോലി സെറ്റായോ? ഇല്ല. ഈ ഇന്റർവ്യൂവിന് പോയപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഈ വർക്ക് സെറ്റ് ആവില്ല എന്ന് തന്നെ പറയുന്നു. എങ്ങനെ ഒരു വർക്ക് സെറ്റാക്ക്? പിടിച്ചു നിൽക്കുന്നതിനൊരു ഞാനും പിടിച്ചു നിൽക്കാൻ വേണ്ടി തന്നെ ഈ സ്ട്രഗിൾ ചെയ്യണോ? നീ ഓരോന്ന് പറഞ്ഞ വഴക്കുടിക്കാണ്ട് ഫോൺ വെച്ച്. എന്താണ് നീ ജോലിയാണോ പ്രശ്നം? പഠിക്കാൻ വേണ്ടി ഫീസ് അടച്ചു. ഓരോ സെമ്മിലും ഫീസ്. എക്സാം എഴുതാൻ അതിന് ഫീസ്. എഴുതിയ പേപ്പർ എങ്ങനെ തോറ്റുപോയാൽ ആ പേപ്പർ ഒന്നുകൂടെ എഴുതാൻ അതിന് ഫീസ്. ഇനി എഴുതിയ പേപ്പറിന് വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ ആ പേപ്പർ ഒന്നുകൂടെ നോക്കാൻ അതിന് ഫീസ്. അങ്ങനെ 6 സെമ്മ് പാസ്സായി. ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അതിന് ഫീസ്. ഇത്രയും ഫീസ് അടച്ച് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ജോലിക്ക് വേണ്ടി പോയിരിക്കുമ്പോൾ അവർ പറയണ ആദ്യത്തെ സാലറി കൊടുത്ത 1 മാസത്തെ ഫീസിനേക്കാളും കുറവാണ്. എന്തിനാണ് പഠിച്ചത്? ചെറുപ്പം മുതൽ നമ്മുടെ ബ്രെയിനിലോട്ട് കുത്തിവെച്ചിരുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പാരൻസ് ആണെങ്കിലും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാണെങ്കിലും അവരൊന്നേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ, പഠിച്ച് നല്ലൊരു ജോലി നേടണം, നല്ലൊരു ജോലിക്കാരനാവണം. അല്ലാതെ നിന്നോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ നല്ലൊരു ഇൻവെസ്റ്റർ ആവണം, നല്ലൊരു ബിസിനസ്മാൻ ആവണമെന്ന്? ഇനിയിപ്പോൾ സൂപ്രയും കൂടി വരാൻ പോകുന്നു. വൈകാതെ തന്നെ പല മൾട്ടിനാഷണൽ കമ്പനികളിലെ ആൾക്കാരെ തന്നെ പിരിച്ചുവിടാൻ പോവുക. അവർക്ക് എന്ത് ചെയ്യും? ഇനി ഇവിടെ എന്ത് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും? സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇവിടെ വില കുറയാത്ത രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന് ഗോൾഡ്. ഈ ഗോൾഡിനൊരു ഡ്രോബാക്ക് ഉണ്ട്, മൈൻഡ് ചെയ്താൽ ഇനിയും കിട്ടും. പിന്നെ ഗോൾഡ് ഒരു അസറ്റാണ്, ഇൻകം ജനറേറ്റിംഗ് അസറ്റ് അല്ല. എന്താ രണ്ടാമത്? ഭൂമി. പോപ്പുലേഷൻ കൂടിക്കൊണ്ടേയിരിക്കും, ഭൂമി ഉള്ളതേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഭൂമിയാണ്. ഇത് പോവായി ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ കയ്യിൽ പൈസ വേണ്ടേ? ഞാനും നിന്നെ പോലെയായിരുന്നു ആദ്യം. എൻ്റെ മൈൻഡ് സെറ്റ് മാറാൻ കാരണമായ ഒരാളുണ്ട്. അതാരാ? സാധാരണക്കാരെ അസാധാരണക്കാരാക്കുമെന്ന് ഉറപ്പിച്ചൊരു മനുഷ്യൻ, ഡോക്ടർ നിഷാദ് അബൂബക്കർ. സാധാരണ എല്ലാവരും സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ പാരൻസ് പറയും, മോനെ നല്ലോണം പഠിക്കണേണ്ട, പഠിച്ചിട്ട് ഒരു ജോലി സമ്പാദിക്കണം എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ജോലി നേടിക്കഴിഞ്ഞാൽ മുടങ്ങാതെ എല്ലാ മാസം ശമ്പളം കിട്ടും. ഇതാണ് എല്ലാവരും മെയിൻ